നീ നിൻ്റെ മനസ്സല്ല. ഇക്കാർട്ട് ടൊലെ ദ പവർ ഓഫ് നൗ എന്ന ബുക്കിൽ ഒരു കഥ പറയുന്നുണ്ട്. 30 വർഷമായി ഒരു യാചകൻ തൻ്റെ പാത്രവുമായി തൻ്റെ പഴയ ഒരു പെട്ടിയുടെ പുറത്ത് ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം ഒരപരിചിതൻ അതുവഴി നടന്നു വന്നു. യാചകൻ തൻ്റെ പാത്രം യാന്ത്രികമായി അപരിചിതൻ്റെ നേരെ നീട്ടി. അപരിചിതൻ പറഞ്ഞു, എനിക്ക് നിനക്ക് തരുവാൻ ഒന്നുമില്ല. എന്നിട്ട് ചോദിച്ചു, നീ എന്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്? ഇത് ഒരു പഴയ പെട്ടി. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ഞാൻ ഇതിലിരിക്കുകയാണ്. നീ എപ്പോഴെങ്കിലും അതിൻ്റെ അകത്തേക്ക് നോക്കിയിട്ടുണ്ടോ? അപരിചിതൻ ചോദിച്ചു. എന്താണ് കാര്യം? അകത്തേക്ക് നോക്കൂ, അപരിചിതൻ നിർബന്ധിച്ചു. അവസാനം മൂടി തുറന്നു നോക്കിയപ്പോൾ പെട്ടി നിറച്ച് സ്വർണം അതിലിരിക്കുന്നു. നിങ്ങൾക്ക് നൽകാൻ ഒന്നും ഇല്ലാത്തവനായ ഞാൻ നിന്നോട് അകത്തേക്ക് നോക്കാൻ പറയുന്നു. ഞാൻ നിങ്ങളുടെ ഉള്ളിലുള്ള അസ്തിത്വത്തിൻ്റെ തിളക്കമാർന്ന സന്തോഷവും അതോടൊപ്പം ആഴമേറിയതും അചഞ്ചലവുമായ സമാധാനമായ സമ്പത്ത് കണ്ടെത്താൻ അവർക്ക് വലിയ ഭൗതിക സ്വത്തുണ്ടെങ്കിലും ഇപ്പോഴും യാചകരാണ്. അവ സന്തോഷത്തിൻ്റെയോ പൂർത്തീകരണത്തിൻ്റെയോ അവശിഷ്ടങ്ങൾക്കായി അല്ലെങ്കിൽ സ്നേഹത്തിനായി സുരക്ഷിതത്തിനായി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഉള്ളിൽ ഒരു നിധിയുണ്ട്. അതിൽ ആ എല്ലാം മാത്രമല്ല, ലോകത്തിന് എന്തൊക്കെ നൽകാൻ കഴിയും അതിലും വലുതാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത്.